എന്താണ് എക്സ്പൾസ് 200ന്റെ മീറ്ററിൽ കാണിക്കുന്ന റോഡ് മോഡ്, ഓഫ് റോഡ് മോഡ്, റാലി മോഡ്? കണ്ടില്ലേ? ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ നടന്ന്. അയ്യോ, ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എന്താ എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഗൈസ്, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലുള്ള വ്ളോഗിൻ്റെ പരിപാടിയല്ല ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഇന്നലെയും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു 4 മിനിറ്റ് മാത്രം ലെങ്ത് വരുന്ന. അതായത് കുറച്ച് എന്താ പറയുക, നിങ്ങളുടെ ഡൗട്ടിനുള്ള ഇത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്നതിനകത്ത് നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഡെഫിനിഷൻ, കുറേയധികം ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഡെഫിനിഷൻ തരിക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോസായിട്ട് ഉദ്ദേശിക്കുന്നത്. ഷോർട്ടായിട്ട് അല്ലെങ്കിൽ റീലായിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത് കൂടും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പോൾ യൂട്യൂബിൽ ആ ഒരു സംഭവം ഡിസ്ക്രൈബ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട്. ഇന്നലെ നമ്മൾ E20യെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ നമ്മുടെ എക്സ്പൾസ് 200ലെ റൈഡിങ് മോഡിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതായത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു എക്സ്പൾസിന് എന്തിനാണ് റൈഡിങ് മോഡിൻ്റെ ആവശ്യം? അതായത് ഒരു അണ്ടർ പവേർഡ് എന്നൊക്കെ നിങ്ങൾ പറയുന്ന ഈ ഒരു വണ്ടിക്കകത്ത്, അല്ലെങ്കിൽ ഒരു 200cc വണ്ടിയിൽ എന്തിനാണ് റൈഡിങ് മോഡ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ആക്ച്വലി നമ്മുടെ ഈ ഒരു വണ്ടിയിൽ വരുന്ന റൈഡിങ് മോഡിനെ പറ്റി നമ്മൾ പഠിക്കണം. അതായത് അത് 3 ABS മോഡാണ് വരുന്നത്: റോഡ്, ഓഫ് റോഡ്, അതുപോലെ തന്നെ റാലി. പക്ഷേ ഈ 3 റൈഡിങ് മോഡ് ഒരു ഡുവൽ ചാനൽ ABSൽ കൊണ്ടുവന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയതിനെന്ന് എനിക്കൊരു സജഷൻ ഉണ്ട്. അതൊരു പോരായ്മയാണ് നമ്മുടെ ഹീറോ എക്സ്പൾസിൽ സിംഗിൾ ചാനൽ ABS മാത്രമായിട്ട് കൊണ്ടുവന്നിട്ട് 3 റൈഡിങ് മോഡ് കൊണ്ടുവന്നത് ABSൻ്റെ ഭാഗത്തുനിന്ന്. അതായത് ഞാൻ കുറച്ച് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം, എങ്ങനെയാണ് ഈ റൈഡിങ് മോഡ് വൈൽ ഓഫ് റോഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുക എന്നുള്ള കാര്യം. ഫസ്റ്റിൽ തന്നെ റോഡ് മോഡ് നിങ്ങൾ കണ്ടിട്ടോ, റോഡ്, ഓഫ് റോഡ്, റാലി. കണ്ടില്ലേ? ഞാൻ ഫുള്ള് ബ്രേക്ക് പിടിച്ചപ്പം ഞാൻ സ്കിഡ് ആയതുമില്ല, ഞാൻ മറിഞ്ഞ് തെന്നി വീണതുമില്ല. അത് ഫുള്ള് ABS വർക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ റോഡ് മോഡ് നിങ്ങൾ കണ്ടില്ലേ? അതായത് ആ ഒരു ABS, അതായത് നമ്മുടെ ബ്രേക്കിന്റെ ലിവർ ലോക്ക് ആവുന്നത്, അതായത് നമ്മുടെ വീല് ലോക്ക് ആവുന്നത് കുറവാണ്. പ്രോപ്പറായിട്ട് നമ്മുടെ റോഡിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഓഫ് റോഡ് മോഡ് ജസ്റ്റ് കണ്ടിട്ട് വരാം. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ നടന്ന്. ആദ്യം ഒന്ന് സ്കിഡായി, പിന്നെ അങ്ങ് ABS കയറി കിക്കായിട്ടുണ്ട്. അതായത് ഓഫ് റോഡ് പോകുന്ന സമയത്ത് ABSന്റെ ആ ഒരു പമ്പിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടല്ലേ, ഓഫ് റോഡ് മോഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം കണ്ടത് വെച്ച് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കുറച്ചൊന്ന് വീല് ലോക്ക് ആവുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ABS വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രേക്കിൻ്റെ ലിവർ പുള്ള് നമ്മൾ പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ വീല് ലോക്ക് ആവുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു ബ്രേക്കിലോട്ടുള്ള ആ ഒരു സ്പീഡ് സെൻസ് ചെയ്തിട്ട് ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ABS നല്ല രീതിയിൽ സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹില്ലിൽ നിൽക്കുന്ന താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കൺട്രോൾ ഇല്ലാതെ താഴോട്ട് വീഴാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അതുകൊണ്ടാണ് ആ ഒരു സെൻസിറ്റീവ് വളരെയധികം കുറച്ചത് ഓഫ് റോഡ് മോഡിൽ. പക്ഷേ ഓഫാക്കിയാൽ അത്രയും നല്ലതാണ് ഓഫ് റോഡ് മോഡിൽ കേട്ടോ. പക്ഷേ ഇത് വളരെ യൂസ്ഫുൾ ആണ്, പ്രത്യേകിച്ച് ബിഗിനറിനെ സംബന്ധിച്ചിട്ടൊക്കെ. അതുപോലെ തന്നെ നമുക്ക് റാലി മോഡ് ജസ്റ്റ് കണ്ടുപോകാം. അയ്യോ, ഇപ്പൊ മൂക്കും കുത്തി വീണാനേട്ടാ. ഞാൻ അതുകൊണ്ട് വലിയ രീതി ബ്രേക്ക് ഓടിച്ചില്ല. മോഡ് ഉണ്ടല്ലേ, റാലി മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഫുള്ള്. അതായത് സെൻസ് ഒരു തുള്ളി പോലും നമുക്കൊരു ABSന്റെ പമ്പിങ് നമുക്ക് ആ ഒരു വൈൽ ബ്രേക്കിങ്ങിൽ നമുക്ക് നമ്മുടെ ലിവറിൽ നമുക്ക് കിട്ടത്തില്ല. അത്രമാത്രം എന്താ പറയണ്ടേ, ഒരു നോൺ ABS ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പലരും പറയുന്നുണ്ട് റാലി മോഡിൽ ABS ഓഫ് ആകും എന്നുള്ള കാര്യം. പക്ഷേ ABS ഓഫ് ആകത്തില്ല ഭയങ്കരമായിട്ട്. അതായത് നമ്മൾ നല്ല രീതിയിൽ ഒരു ഹാഷ് ആയിട്ടുള്ള ഒരു പാനിക് ബ്രേക്കിംഗ് സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് ആ ഒരു ABSന്റെ പമ്പിങ് റാലി മോഡിൽ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. വൈൽ നമ്മൾ സാധാരണ നോർമലി ബ്രേക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു അത്യാവശ്യം നല്ലൊരു പുള്ളിങ്ങിലൊക്കെ ബ്രേക്ക് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റാലി മോഡിൽ അങ്ങനെ ABSന്റെ ആ ഒരു വീല് ലോക്ക് ആവുന്നതിന് തടയുന്നതിനുള്ള ആ ഒരു സംഭവങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതാണ് ABS മോഡിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ആ ഒരു ABSൽ വരുന്ന സെൻസിറ്റീവ്, അതായത് ABS സെൻസിറ്റീവിൻ്റെ ആ ഒരു മാറ്റമാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്. ഡുവൽ ചാനൽ ABS കൊണ്ടുവന്നിട്ട് ഈ ഒരു സെറ്റപ്പ് പുള്ളി ഇനി വരുന്ന കരീഷ്മ 210 ആ ഒരു CCയിൽ വരുന്ന ആ ഒരു എൻജിൻ വെച്ചിട്ട് വരുന്ന എക്സ്പൾസിലൊക്കെ നമുക്ക് ഈ ഒരു ഡുവൽ ചാനൽ ABS ഒക്കെ ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഈ ഒരു ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മാരക ഐറ്റം തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സോ നിങ്ങൾ എക്സ്പൾസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഫീച്ചറിനെ പറ്റി തോന്നുന്നത്? താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിലാണ്.